ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളതുണ്ടല്ലോ, പിന്നെ ചിക്കനും അതേമാതിരി തന്നെ കുറച്ച് വെജിറ്റബിൾസും ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡൊക്കെ വെച്ചിട്ട് അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് കൊടുത്ത് വേവിച്ച് വെച്ചതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ അത്യാവശ്യം വലിപ്പമുള്ളൊരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് നല്ല ഉടച്ച് ഇതാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കന്, ക്യാരറ്റ്, ക്യാബേജ്, സവോള ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഐറ്റം ഉണ്ടാക്കാൻ എഴുതിയിട്ട് മസാല ഉണ്ടാക്കി എടുക്കണം കേട്ടോ. 2 വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ പിന്നെ നമ്മൾ സവോളയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അതേമാതിരി തന്നെ പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. പിന്നെ അത് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരി തന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒട്ടും വേറണ്ട കേട്ടോ. അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോനോട് അടിച്ചു ഓളൊന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ് കേട്ടോ. അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതും, പിന്നെ അതേമാതിരി തന്നെ മയോണൈസാണ്. അപ്പോൾ അതും പിന്നെ 3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, തക്കാളി സോസ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുണ്ടല്ലോ, നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അത് നല്ല കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ മസാലയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തുള്ളൂ. അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടല്ലോ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൻ്റെ മേലെ ഓട്ടപാത്രം വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പിന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ആവി കയറ്റിയതിന് ശേഷം ഒരു 5-8 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഓവർ വെച്ച് ഇതാക്കണമെന്ന് വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അത് നമ്മളെ ബ്രെഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിക്കുണ്ടല്ലോ കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം. മസാല എന്ന് വെച്ചാൽ നമ്മൾ മുക്കി പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകും പൊടിയും ഒരു പിഞ്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം. പിന്നെ ഉണ്ടല്ലോ, അത് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മോക്കി കോണാണ്. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഉണക്കമുളക് ഉണ്ടല്ലോ, ക്രഷ് ചെയ്തെടുത്തത് അതിൻ്റെ മേലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്രെഡൊക്കെ നല്ല ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ പ്രശ്നം വെച്ചിട്ട്. അല്ല നമ്മൾ പരത്തി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി വലുതായി കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ വീഡിയോയിൽ വന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ പരത്തിയൊക്കെ എടുത്തതിന് ശേഷം ആവിയൊക്കെ കയറ്റി പരത്തി എടുത്തതിന് ശേഷം നമ്മളുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി കുറച്ച് മൈദ ടൈറ്റിലാക്കി കലക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പിന്നെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൈദ എടുത്ത് കുറച്ച് പിന്നെ ടൈറ്റാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതും കൂടെ ഇതിൻ്റെ മേലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം 4 ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി കോണാക്കിയാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കോണാക്കിയാണ്ട് പിന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടിലൊരു കോണ് മാറി കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മളിത് നല്ല ലൂസിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ബ്രെഡ് കഷ്ണങ്ങളാക്കിയിട്ട് വേണ്ട ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഉണ്ടാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ മസാലയൊക്കെ നല്ല ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദൻ്റെ മിക്സ് അതിലൊന്നും അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് പിന്നെ സേമിയയിലൊന്ന് മുക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിലൊന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന അതേമാതിരി തന്നെയാണ് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അടിപൊളി ടേസ്റ്റ് വേണ്ടിയിട്ട്. ഇതൊന്നും തന്നെ കഴിച്ചാൽ വയറ് നിറയും. അപ്പോൾ അത് അത്രയും മതി കേട്ടോ. നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതുണ്ടല്ലോ ആവി കയറ്റിയതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കോണാക്കി എടുക്കുമ്പോഴും പൊട്ടിയോ മുറിയോ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നല്ലതിൽ തന്നെ നിൽക്കും. അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണ്ടിയിൽ എത്രയുണ്ട്, നമ്മൾ ഓരോന്നായിട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. 6 ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എത്രയും മതി. നമുക്കിതുണ്ടല്ലോ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നോ 2 ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതായത് കുട്ടിയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വേറൊരു രീതിയിൽ വേറെ ആയിട്ട് ഞാൻ ചപ്പാത്തി പരത്തുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് കയറി കണ്ടോക്കൊണ്ടു. ഇതിൻ്റെ വേറെ ഐറ്റംസ് ആയിട്ട് കേട്ടോ, ബ്രെഡ് വെച്ചിട്ടല്ലാതെ. അപ്പോൾ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യോണ്ടേ. പിന്നെ അതേമാതിരിക്കൊന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.